ഹൈ ഗായ്സ്, മല്ലു കോമിക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിയോ ഐക്കോസ് സീക്വലിങ്ങിൻ്റെ പാർട്ട് 5 ആണ്. ഓൾറെഡി 4 പാർട്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് ബാസ്റ്റർ മൂഷൻ വേഴ്സസ് മാൻഷൻ സിറ്റി എന്നുള്ള മാച്ചായിരുന്നു. ഈ മാച്ചിലാണ് ഇസാഗിയുടെ ട്രൂ പവർ എന്താണെന്ന് ബാക്കി പ്ലെയേഴ്സിന് മനസ്സിലാവുന്ന മാച്ച്. അതായത് ഈ മാച്ചിലാണ് ഇസാഗിക്ക് മെറ്റാ വിഷൻ അൺലോക്ക് ആവുന്നത്. ഇസാഗി മാത്രമല്ല, നാഗിയും അതുപോലെ തന്നെ OP ആയിട്ട് കളിക്കുന്ന ഒരു മാച്ചായിരുന്നു. ഓപ്പവേർഡായിട്ട് കളിക്കുന്ന ഒരു മാച്ചായിരുന്നത്. ഈ മാച്ചിൽ ചിഗിരി നന്നായിട്ട് കളിക്കും, അതുപോലെ നാഗി, അതുപോലെ യുക്കീമിയ. കഴിഞ്ഞ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുക്കീമിയക്ക് എങ്ങനെയും കളിക്കണം, യുക്കീമിയക്ക് ചാൻസ് കിട്ടി യുക്കീമിയ കളിക്കും. അങ്ങനെ ഈ കളിയിൽ ബാസ്റ്റർ മൂഷൻ ജയിക്കും. ഞാനിപ്പോൾ മാച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാച്ച് പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനേക്കാളും നല്ലത് നിങ്ങളത് അനിമേഷൻ വരുമ്പോൾ അത് കാണുന്നതായിരിക്കും. കാരണം മാച്ചിൽ നടക്കുന്ന ഓരോ അടിപൊളിയായിട്ടുള്ള ഗോൾസൊന്നും നമുക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഈ കളിയിലാണ് ഇസാഗിയുടെ ഏറ്റവും ട്രൂ പൊട്ടൻഷ്യൽ അവർക്ക് മനസ്സിലാവുക. അതായത് കൈസർ ഇസാഗിനെ ഒരു ഓപ്പോണൻ്റായിട്ട് ചൂസ് ചെയ്യുന്നത് ഈ മാച്ചിലാണ്. അങ്ങനെ കൈസർ ഇസാഗിനായിട്ട് ഓപ്പോണൻ്റായിട്ട് ചൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിയോൽ നോ വന്നിട്ട് ഇസാഗിയായിട്ട് സംസാരിക്കും. ഇസാഗിയായിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ കളിക്കാൻ പറ്റിയേ, നിനക്ക് എങ്ങനെ ഇത്ര, അതായത് വിഷൻ അൺലോക്ക് ആയെന്നൊക്കെ ഇസാഗിയോട് ചോദിക്കുമ്പോൾ ഇസാഗി പറയുന്നുണ്ട്, അതായത് എനിക്ക് ഫീൽഡിൻ്റെ ഔട്ട്കം, അതായത് എനിക്ക് മുകളിൽ നിന്ന് ഫീൽഡിനൊരു വി കിട്ടുന്ന പോലെ എനിക്കൊരു മെറ്റാ വിഷൻ അൺലോക്ക് ആയെന്ന് ഇസാഗി നിയോൽ നോക്ക് പറയുന്നുണ്ട്. അപ്പോഴാണ് നിയോൽ നോ പറയുന്നത് ഇതുപോലെ ഒരുത്തൻ ഉണ്ടായിരുന്നു പറയുന്നത്. അതായത് നമ്മുടെ ഈഗോയും അതുപോലെ തന്നെ നിയോൽ നോയും റൈവൽസ് ആയിരുന്നു. അവർ പണ്ട് റൈവൽസ് ആയിരുന്നു. ഈ നിയോൽ നോ എപ്പോഴും കളിക്കുന്നു, ഈഗോ ചിമ്പാൻസി കോച്ചിങ് അങ്ങനെ ആ സെക്ടറിലോട്ട് പോയിരിക്കുന്നു. അത് കേട്ടപ്പോൾ ഇസാഗി ആകെ തരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയ റാങ്കിങ് കാണിക്കുന്നുണ്ട്. അതായത് ബ്ലൂ ലോക്ക് പ്ലേയേഴ്സിൻ്റെ റാങ്കിങ് കാണിക്കുന്നുണ്ട്. ഇപ്രാവശ്യം കൊറോണ 24 മില്യണിൽ, കഥമാർ 28 മില്യൺ, കിമിയ ഗോൾ അടിച്ചുകൊണ്ട് 29 മില്യൺ, ചിഗിരി 30 മില്യൺ. അങ്ങനെ ഓരോരുത്തർക്ക് പുതിയ റാങ്കിങ് കാണിക്കുന്നുണ്ട്. റിയോ 40 മില്യൺ. റിയോ കഴിഞ്ഞ കളിയിലൊക്കെ നല്ല OP ആയിട്ടാണ് കളിച്ചത്, അതായത് ഫീൽഡ് മനസ്സിലാക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുനിഗാമി കാണിക്കുന്നുണ്ട് 5ാമത്തെ ഇതിൽ 47 മില്യൺ. അങ്ങനെ ഓരോ പ്ലേയേഴ്സിൻ്റെയും ഇത് കാണിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ ഇസാഗി ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ പോലും ഇസാഗിയുടെ ആ വിഷൻ കാരണം ഇസാഗി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി. ഇസാഗിയുടെ വർത്ത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി. ഇസാഗി ഇപ്പോൾ 50 മില്യണിലാണ് നിൽക്കണം. ബ്ലൂ ലോക്ക് റാങ്കിങ് 4 50 മില്യൺ. അത് കഴിഞ്ഞിട്ട് നെസിനെ കാണിക്കുന്നത്, നെസിന് 50 മില്യൺ. ബാച്ചിറക്ക് പിന്നെ 66 മില്യൺ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചെറുക്കൻ നാഗിനെ കാണിക്കുന്നത് 88 മില്യൺ സെക്കൻഡ് പൊസിഷനിൽ. പിന്നെ നമ്മളെല്ലാവരും റിന്നാണെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അവിടെ ബാറോനെ കാണിക്കുന്നത് 100 മില്യണും വെച്ചിട്ട്. ബാറോനെ കണ്ടിട്ട് 1 കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിയോൽ നോ പറയുന്നുണ്ട് ഇതൊരു ടെമ്പററി ആണ്, കാരണം ഇതിൽ പല ടീമും 2 കളി കളിച്ചിട്ടുണ്ട്, പക്ഷേ റിന്നിൻ്റെ ടീം ഒരു കളി മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് മാൻഷൻ സിറ്റിയും PSG-യും ഒരൊറ്റ കളി കളിച്ചിട്ടുള്ളൂ. ആൻഡ് ഇനി നടക്കാൻ പോകുന്ന കളി ഊബേഴ്സ് വേഴ്സസ് ബാസ്റ്റർ മഷൻ ആണ്. അതായത് നമ്മുടെ ഇസാഗിയുടെ ടീമും കിങ് ബാറോൻ്റെ ടീമും. ഈ മാച്ചാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിയോരിയുടെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഹിയോരിയുടെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയോരിയുടെ അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും ഹിയോരി ഒരു നല്ല പ്ലെയർ ആവണമെന്നായിരുന്നു അവരുടെ അംബീഷൻ തന്നെ. അതായത് ഹിയോരി ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ആവണമെന്നായിരുന്നു അവരുടെ തുടക്കം തന്നെ അവരുടെ ആഗ്രഹം. അതായത് അതിനായിട്ട് ഹിയോരിനെ ഫുട്ബോൾ കളിക്കാൻ പുഷ് ചെയ്യായിരുന്നു. ഹിയോരിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും ഹിയോരിനെ ഫുട്ബോൾ കളിക്കാൻ പുഷ് ചെയ്ത് വിട്ടത് ഹിയോരിയുടെ അച്ഛനും അമ്മയായിരുന്നു. അങ്ങനെ ഹിയോരി പതുക്കെ അതിലോട്ട് ഇൻവോൾവ് ആയിട്ട് ഹിയോരിക്ക് അതിലൊരു താല്പര്യം വന്നതാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയോരിക്ക് തീരെ താല്പര്യം ഇല്ലാഞ്ഞിട്ട് കൂടിയും ബ്ലൂ ലോക്കിൽ വന്നത് അച്ഛനെയും അമ്മേനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയോരി അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത് തന്നെ ഇങ്ങനെ ഒരു മകൻ ജനിക്കാൻ വേണ്ടിയാണ്. അതായത് അവർ രണ്ടുപേരുടെയും ജീന് കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയർ ഉണ്ടാവും, അത്ലറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു മൈൻഡിലാണ് അവർ കല്യാണം കഴിച്ചത് തന്നെ. ഇത് ഹിയോരിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ബ്ലൂ ലോക്കിൽ നിൽക്കുന്നത് പാരൻസിന് ഇഷ്ടമാണ്. പിന്നെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കുക, അവന് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ലേ, അതുകൊണ്ട്. ഇതിനുശേഷം നാഗി ആൻഡ് റിയോൻ്റെ അടുത്തുള്ള ഒരു സംസാരം നമുക്ക് കാണിക്കുന്നുണ്ട്. നാഗി റിയോയും, അതായത് റിയോ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുക, കാരണം അവൻ്റെ അടുത്ത് ഇത്രയും ബിഡായതല്ലേ, അവർക്ക് ഇത്രയും മില്യൺ ഇൻക്രീസ് ആയതല്ലേ. പക്ഷേ നാഗി അത്രയും ഇതായിട്ട് സന്തോഷിക്കാനുള്ള, അതായത് നാഗിക്ക് ഓൾറെഡി ഇൻട്രസ്റ്റഡ് അല്ല ഫുട്ബോളിൽ, അതുകൊണ്ട് നാഗി അത്രയും എക്സൈറ്റഡ് അല്ല ഇതിൽ. അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഫ്ലോ സ്റ്റേറ്റസ് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ അണ്ടർ 20 അതായത് അണ്ടർ 20 മാച്ച് കളിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്ലേയേഴ്സിൻ്റെ ഫ്ലോ സ്റ്റേറ്റസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നാഗിയുടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കൈസർ ഇസാഗിയുടെ ഓരോ മൂവ്മെൻറ്റും വാച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയപ്പോൾ കൈസറിന് ആദ്യം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ കൈസർ ഇസാഗിയുടെ ഓരോ മൂവ്മെൻറ്റും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇസാഗി എന്ന് തിങ്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇസാഗിക്ക് ഒരു പീസ് കിട്ടുന്നില്ല. അതായത് ഒരു പീസ് ഓൾറെഡി കിട്ടി മെറ്റാവിഷൻ കഴിഞ്ഞ കളിയിൽ, അതിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പീസ് ഇസാഗി കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇഗ്രാച്ചി വന്നിട്ട് ഇസാഗിയോട് എന്തൊക്കെ സംസാരിക്കുമ്പോൾ ഇസാഗിക്ക് ഒരു ഐഡിയ വരുന്നുണ്ട്. ആ ഐഡിയ എടുത്തിട്ട് ഇസാഗി പെട്ടെന്ന് കുനിഗാമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 days ലേറ്റർ എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് റായ്ച്ചി ഇപ്പോൾ ബ്ലൂ ലോക്ക് ടീമിലോട് ആഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഊബേഴ്സ് വേഴ്സസ് മാസ്റ്റർ മൂഷൻ എന്നുള്ള മാച്ചാണ് ഈ കാണിക്കുന്നത്. ഈ മാച്ചിലാണ് ബാറോയും കളിക്കാൻ ഇറങ്ങുന്നത്. ബാറോ വേഴ്സസ് ഇസാഗി ഈ മാച്ചിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള മാച്ചാണ്. ഈ മാച്ചിലാണ് ഇസാഗി, അതായത് U20 വേഴ്സസ് ബ്ലൂ ലോക്ക് മാച്ച് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. ആൻഡ് ബാറോ 100 മില്യൺ ആണ് ഇപ്പോൾ ബാറോൻ്റെ വെർത്ത്. ഓക്കെ, ആൻഡ് മാച്ച് തുടങ്ങി ഫസ്റ്റിൽ തന്നെ ഇസാഗി ഇതിലൊരു ഗോൾ അടിക്കുന്നുണ്ട്. ബാസ്റ്റർ മൂഷനിലെ ലീഡിലെത്തിക്കുന്നുണ്ട് ഇസാഗി മാച്ചിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത് വരാൻ പോകുന്നത്. അടുത്തത് അടിക്കുന്നത് ഇസാഗി തന്നെ. അങ്ങനെ ഈ മാച്ചിലാണ് ഇസാഗി കൈസറിനെ വെട്ടുന്നത് ഗോൾ സ്കോറിങ്ങിൽ. ഈ കളിയിൽ ഇസാഗി 2 ഗോൾ അടിച്ചിട്ട് കൈസറിനെ വെട്ടിച്ചിട്ട് ടോപ്പിലെത്തും.
ആൻഡ് ഇതിലാണ് ഈ സൈഡിൽ ഒരു ഡബിൾ ബോളി വരുന്നത്. ആ ഡബിൾ ബോളി ഞാൻ നിങ്ങൾക്കൊരു ആനിമേറ്റഡ് വീഡിയോ ഉണ്ട്, അത് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കും. ബാക്കി നിങ്ങൾക്ക് ആനിമേഷൻ വരുമ്പോൾ അതാകും നന്നായിരിക്കാം. ഞാനൊരു ഫാൻ ആനിമേറ്റഡ് ഉണ്ട്, അത് വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. അത്രയുള്ള ഇന്നത്തെ വീഡിയോ, അടുത്ത പാട്ടിൽ കാണാം. ബൈ.今度こそ陸上部に入ってもらうぞ。リレーの時助っ人で新記録出しちゃったしね。